ചിക്കനായാലും മട്ടനായാലും ബീഫായാലും എപ്പോഴും ഒരുപോലെ തന്നെ കറി വെക്കുമ്പോൾ ആർക്കും ഇഷ്ടാവില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പും കൂടി ആയതുകൊണ്ട് മക്കളൊന്നും കഴിക്കില്ല. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുഞ്ഞുള്ളി കുറച്ച് അധികം തന്നെ വേണം. അതൊന്ന് നടുവെട്ടി ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് അങ്ങ് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് അങ്ങ് വാടി വരുമ്പോൾ ഉണ്ടല്ലോ നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്തൊടഞ്ഞ് വരണം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒന്ന് വെന്തൊടഞ്ഞ് വരട്ടെ കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വാട്ടിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ചെടുത്തതാണ്. 1/2 കിലോ മട്ടനാണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ച് വെക്കാനും വേണ്ടി അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഏകദേശം ചാറൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്നങ്ങ് അടച്ച് വെക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തന്നെ ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇത് പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ അതുപോലെ പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്നും ഒരുപോലെ കഴിക്കാതെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.